طلاب الأحبة السلام عليكم ورحمة الله. هل أنتم بخير؟ الحمد لله نحمد الله ونشكر الله. طلابي درسنا في صفوف الماضي الوحدة الثانية، فالآن ندخل إلى الوحدة الثالثة. اسم هذه الوحدة ثقافة كيرلا. في هذه الوحدة 4 دروس. الأول حلاوة الصداقة. ومعنى حلاوة മാധുര്യം സ്വദാഖത്ത് കൂട്ടുകെട്ട്. ഹലാവത്ത് സ്വദാഖ കൂട്ടുകെട്ടിൻ്റെ മാധുര്യം. റസാനി കൈരള, വിലായത്തു കൈരള, കേരളം എന്നുള്ള നമ്മുടെ സംസ്ഥാനം. റസാലിസ് ലുഗത്തുൻ ഹൽവ, ഹൽവ മധുരമുള്ള, ലുഗത്ത് ഭാഷ, ലുഗത്തുൻ ഹൽവ മധുര ഭാഷ. വറാബിഅ അസ്സഈമുൽ അബ്ഖരി, സഈമ് നേതാവ്, അൽ അബ്ഖരി പ്രതിഭാധനനായ നേതാവ്. പ്രിയപ്പെട്ട കുട്ടികളെ, നാം 2ാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുന്നു. ഇതിൽ 4 പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യൂണിറ്റിൻ്റെ പേരാണ് സഖാഫത്തു കൈരള. സഖാഫത്ത് സംസ്കാരം, സഖാഫത്തു കൈരള കേരള സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചിത്രം നമുക്ക് കാണാവുന്നതാണ്. ഒരു കുട്ടി ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ലിമ യഖ്തഫിൽ വലതു, ലിമ യഖ്തഫി എന്തിനാണ് മറഞ്ഞിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത്? അൽ വലത് ഈ കുട്ടി എന്തിനാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്? എന്തിനായിരിക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കത് പാഠഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം മനസ്സിലാകും എന്തിനാണ് ആ കുട്ടി ഒളിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഭയപ്പാടിൻ്റെ രൂപം കാണാം. അതെന്തുകൊണ്ടാണ് ആ കുട്ടി ഭയപ്പെടുന്നത്, ആരെയാണ് ഭയപ്പെടുന്നത് എന്നെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ഹലാവത്ത് സ്വദാഖ പറഞ്ഞു. ഹലാവത്ത് മാധുര്യം, മധുരം. സ്വദാഖത്ത് കൂട്ടുകെട്ട്, കൂട്ടുകെട്ടിൻ്റെ മാധുര്യം. ഹുന തഹ്ത ഹാദിഹി ഷജറത്തി ഇസ്തരിഹ് യാ ഹബീബി സഅർജിഉ ഫൗറൻ. ഹുന ഇവിടെ, തഹ്ത താഴെ, ഹാദിഹി ഷജറ ഈ മരം. ഹുന തഹ്ത ഹാദിഹി ഷജറ ഇവിടെ ഈ മരച്ചുവട്ടിൽ. ഇസ്തരിഹ് യാ ഹബീബി, ഇസ്തരിഹ് നീ ഇരിക്ക്, നീ വിശ്രമിക്ക്. യാ ഹബീബി, ഹബീബാണ് പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ട കൂട്ടുകാര, നീ ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്ക്. സഅർജിഉ ഞാൻ തിരിച്ചു വരാം, മടങ്ങി വരാം. ഫൗറൻ ഉടനെ, സഅർജിഉ ഫൗറൻ ഞാൻ ഉടനെ തിരിച്ചു വരാം. അസ്ര അലവി ഇലാ മത്അമി അബീഹി, ഇവിടെ ഇത് പറയുന്നത് അലവിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അലവി അസ്ര വേഗം പോയി, ഇലാ മത്അമി അബീഹി, മത്അമ് ഹോട്ടൽ, അബ് പിതാവ്, അബീഹി അവൻ്റെ പിതാവ്. അസ്ര അലവി, അലവി വേഗം പോയി, ഇലാ മത്അമി അബീഹി അവൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഈ മരച്ചുവട്ടിൽ നീ കുറച്ചു നേരം വിശ്രമിക്ക്, ഞാൻ ഇപ്പോൾ മടങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലവി അവൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക് വേഗത്തിൽ പോയി. തനാവലൽ വജബത്ത മസ്റൂറൻ, അങ്ങനെ അലവി എന്ത് ചെയ്തു? തനാവല അവൻ കഴിച്ചു, അൽ വജബത്ത് ഭക്ഷണം, മസ്റൂറൻ സന്തോഷത്തോടെ. തനാവലൽ വജബത്ത മസ്റൂറൻ സന്തോഷത്തോടെ അലവി ഭക്ഷണം കഴിച്ചു. ലാഹലഹു അബൂഹു മുഹ്യുദ്ദീൻ, ലാഹലഹു അവനെ ശ്രദ്ധിച്ചു, അബൂഹു അവൻ്റെ പിതാവ്. ആരാണത്? മുഹ്യുദ്ദീൻ. അപ്പം അവൻ്റെ പിതാവായ മുഹ്യുദ്ദീൻ അവനെ ശ്രദ്ധിച്ചു, അവൻ ചെയ്യുന്ന കാര്യമൊക്കെ ശ്രദ്ധിച്ചു. ഫൈദ ഹുവ യഅകുലു ഖലീലൻ വയഖ്ഫി മൗസൻ വയഖ്റുജു മുതസല്ലിലൻ കആദതിഹി. ഫഇദ അപ്പോൾ അതാ, ഹുവ അവൻ, യഅകുലു അവൻ തിന്നുന്നു, ഖലീലൻ കുറച്ച്, അല്പം, വയുഖ്ഫി അവൻ മറച്ചു പിടിക്കുന്നു, മറച്ചു വെക്കുന്നു, മൗസൻ ഒരു വാഴപ്പഴം, വയഖ്റുജു അവൻ പുറത്ത് പോകുന്നു, മുതസല്ലിലൻ ഊർന്നിറങ്ങിക്കൊണ്ട്,
ക ആദത്തിഹി, ആദത്ത് പറഞ്ഞാൽ പതിവ്, സമ്പ്രദായം എന്നങ്ങനെ, ക എന്ന് പറഞ്ഞാൽ പോലെ. ഫൈദാഹു വയഅകുലു ഖലീലൻ, അപ്പോൾ അതാ അവൻ അല്പം ഭക്ഷിക്കുന്നു. ആ ഭക്ഷണത്തിൽ നിന്നും, പിതാവിൻ്റെ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നും അല്പം ഭക്ഷിക്കുന്നു. വയുഹ്ഫി മൗസൻ, അതിലുള്ള ഭക്ഷണത്തിൽപ്പെട്ടതാണ് ഒരു പഴം, അപ്പോൾ ആ പഴം അവന് മറച്ചു പിടിക്കുന്നു. വയഹ്റുജു മുതസല്ലിലൻ ക ആദത്തിഹി, അവൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ, പതിവ് പോലെ അവിടെ നിന്നും ഊർന്നിറങ്ങിപ്പോകുന്നു. മറത്തുല്ലയ്യാം, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മററ കഴിഞ്ഞുപോയി, കടന്നുപോയി എന്നൊക്കെയാണ്. അയ്യാമ് യൗമിൻ്റെ ജമ്മാണ്, അയ്യാമ് ദിവസങ്ങൾ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി, കടന്നുപോയി. യൗമൻ കാന അലവി യഊദു മഅ സുമലാഇഹി മിനൽ മദ്രസത്തി, യൗമൻ ഒരു ദിവസം, കാന അലവി, അലവി ആയിരുന്നു, യഊദു മടങ്ങി വരികയായിരുന്നു, മഅ സുമലാഇഹി, സുമലാ പറഞ്ഞാൽ ജമീൽ കൂട്ടുകാരൻ, സുമലാ കൂട്ടുകാർ, സ്വദീഖ് കൂട്ടുകാരൻ, അസ്തിഖാ കൂട്ടുകാർ, അതിൻ്റെ മുത്തറാദിഫാണ്. മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്നും ഒരു ദിവസം അലവി അവൻ്റെ കൂട്ടുകാരോടൊപ്പം മടങ്ങി വരികയായിരുന്നു. വദഖലൽ മത്അമ ലി തനാവുലിൽ വജബത അൽ ഖഫീഫ, വദഖല അങ്ങനെ അവൻ പ്രവേശിച്ചു, അൽ മത്അമ ആ ഹോട്ടലിൽ, പിതാവിൻ്റെ ഹോട്ടലിൽ അവൻ പ്രവേശിച്ചു. ലി തനാവുലി കഴിക്കാൻ, ഭക്ഷിക്കാൻ, അൽ വജബത്ത് അൽ ഖഫീഫ, വജബത്ത് ഭക്ഷണം, ഖഫീഫ ലഘുവായ. വദഖലൽ മത്അമ ലി തനാവുലിൽ വജബത്ത് അൽ ഖഫീഫ, ലഘുഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവൻ ഹോട്ടലിൽ പ്രവേശിച്ചു. ജാഅ ഇലൈഹി വാലിദുഹു മുഹ്യുദ്ദീൻ, ജാഅ വന്നു, ജാഅ ഇലൈഹി അവൻ്റെ അടുക്കിലേക്ക് വന്നു, വാലിദുഹു മുഹ്യുദ്ദീൻ, വാലിദ് പറഞ്ഞാൽ പിതാവ്, അവൻ്റെ പിതാവായ മുഹ്യുദ്ദീൻ അവൻ്റെ അടുക്കിലേക്ക് വന്നു. വസഅല മുതലാഹിറൻ ബിൽ ഗളബി വഫി യദിഹി ഊദുൻ, സഅല ചോദിച്ചു, മുതലാഹിർ പ്രകടിപ്പിക്കുന്നവൻ, ഗളബ് ദേഷ്യം, യദ് കൈ, ഊദ് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരു വടി, ഒരു കൊമ്പ്. വസഅല മുതലാഹിറൻ ബിൽ ഗളബി വഫി യദിഹി ഊദുൻ, ആ പിതാവ് വന്ന് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മരത്തിൻ്റെ വടിയുമുണ്ട്. എന്താ ചോദിച്ചത്? മൻ തുഅത്തിൽ മൗസ വതുത്ഇമുഹു കുല്ല യൗമിൻ, മൻ തുഅത്തി, തുഅത്തി നീ നൽകുന്നു, തുത്ഇമു നീ ഭക്ഷണം നൽകുന്നു, കുല്ല യൗമിൻ, കുല്ലറ എല്ലാം, യൗം ദിവസം, കുല്ല യൗമിൻ എല്ലാ ദിവസവും. മൻ തുഅത്തിൽ മൗസ ആർക്കാണ് നീ പഴം നൽകുന്നത്? വതുത്ഇമുഹു കുല്ല യൗമിൻ എല്ലാ ദിവസവും നീ ഭക്ഷണം ആയിട്ട് ഈ പഴം ആർക്കാണ് നൽകുന്നത്? വജമഅ അലവി വലം യൽഫിദ് ഷൈഅൻ ഫഷ്തദ്ദ ഗളബുൽ വാലിദി ഫബദഅ യദ്രിബുഹു വയദ്രിബു. വജമഅ അലവി, വജമ നിശബ്ദനായിരുന്നു, മിണ്ടാതിരുന്നു. ലം യൽഫിദ് ഉച്ചരിച്ചില്ല, ഷൈഅൻ ഒന്നും. വജമഅ അലവി വലം യൽഫിദ് ഷൈഅൻ, അലവി മിണ്ടാതിരുന്നു, ഒരക്ഷരം പോലും ഒന്നും ഉച്ചരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. ഫഷ്തദ്ദ ഗളബുൽ വാലിദി, ഫ ഇഷ്തദ്ദാണ്, ഫ അപ്പോൾ, ഇഷ്തദ്ദ കഠിനമായി, ഗളബ് ദേഷ്യം. ഫഷ്തദ്ദ ഗളബുൽ വാലിദി ആ പിതാവിൻ്റെ ദേഷ്യം അപ്പോൾ കഠിനമായി. മിണ്ടാതിരിക്കുക കൂടി ചെയ്തപ്പോൾ, മറുപടി ഒന്നും പറയാതെ മിണ്ടാതിരുന്നപ്പോൾ പിതാവിൻ്റെ ദേഷ്യം കഠിനമായി. ഫബദഅ യദ്രിബുഹു വയദ്രിബു, ഫബദഅ അപ്പോൾ ആരംഭിച്ചു, തുടങ്ങി, യദ്രിബുഹു അവനെ അടിക്കാൻ തുടങ്ങി, വയദ്രിബു യദ്രിബു പറഞ്ഞാൽ അടിക്കുന്നു. ഫഷ്തദ്ദ ഗളബുൽ വാലിദി ഫബദഅ യദ്രിബുഹു വയദ്രിബു അപ്പോൾ ആ പിതാവിൻ്റെ ദേഷ്യം കഠിനമായി, അങ്ങനെ അവനെ അടിയോട് അടി, നല്ല അടി അടിക്കാൻ തുടങ്ങി. ഖാഫ ഗോവിന്ദൻ, ഖാഫ പേടിച്ചു, ഭയപ്പെട്ടു. ഗോവിന്ദൻ, ഗോവിന്ദൻ എന്നാണ് പേര്, ഗോവിന്ദൻ ഭയപ്പെട്ടു. ആരാണ് ഗോവിന്ദൻ? അൽ വലദുൽ ഫഖീർ അല്ലദീ യസ്ബഉ ബിജൂദി സദീഖിഹി അലവി. ആ ഗോവിന്ദൻ ആരാണെന്നാണ് പറയുന്നത്? അൽ വലദുൽ ഫഖീർ, ഒരു ഫഖീറായ കുട്ടിയാണ്, ഫഖീർ ദരിദ്രനായ. യസ്ബഉ വയറ് നിറക്കുന്നു, ബി ജൂദി സ്വദീഖിഹി, ജൂദ് പറഞ്ഞാൽ ദാനം,
സ്വദീഖ് കൂട്ടുകാരൻ. അൽ വലതുൽ ഫക്കീർ ദരിദ്രനായൊരു കുട്ടിയാണ് ഈ ഗോവിന്ദൻ. അല്ലതി അവൻ എങ്ങനത്തവനാണ്? യഷ്ബഉ ബിജൂദി സ്വദീഖിഹി അലവി, തൻ്റെ കൂട്ടുകാരനായ അലവിയുടെ ദാനം കൊണ്ട് വയറ് നിറക്കുന്ന. അപ്പം അലവി എന്തെങ്കിലും കൊടുത്താൽ അത് കഴിച്ചിട്ടാണ് അവൻ്റെ വിശപ്പ് മാറ്റിയിരുന്നത്. അങ്ങനത്തെ ഒരു ദരിദ്രനായ കുട്ടിയാണ് ആര്? ഈ ഗോവിന്ദൻ. ഇൻ അബ്ദ അലവി ഇസ്മഹു സയകൂനു ദാലിക ലഹു ആറൻ വ ഗൈബൻ. അബ്ദ വെളിപ്പെടുത്തി, ഇൻ അബ്ദ വെളിപ്പെടുത്തിയാൽ, ഇസ്മറ പേര്, ഇസ്മഹു അവൻ്റെ പേര്, സയക്കൂനു അതാകും, ആറ് എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നൊക്കെയാണ് അർത്ഥം. ഐബ് പറഞ്ഞാൽ പോരായ്മ എന്നൊക്കെയാണ്. ഇൻ അബ്ദ അലവി ഇസ്മഹു, അലവി അവൻ്റെ പേര് വെളിപ്പെടുത്തിയാൽ, ഈ പഴം കൊണ്ടുപോയി കൊടുക്കുന്നത് ഗോവിന്ദനാണ് എന്ന കാര്യം അലവി വെളിപ്പെടുത്തിയാൽ, സയക്കൂനു ദാലിക ലഹു ആറൻ വ ഐബൻ, അത് ഗോവിന്ദന് ലജ്ജയും പോരായ്മയും ആയിത്തീരും. എന്നാൽ അലവി ഗോവിന്ദൻ്റെ പേര് വെളിപ്പെടുത്തിയോ? നോക്കാം. ലാക്കിൻ എന്നാൽ പക്ഷേ, സ്വബറ അലവി സ്വബറ ക്ഷമിച്ചു, അലവി ക്ഷമിച്ചു, പിതാവിൻ്റെ അടി കൊണ്ടുകൊണ്ട് ക്ഷമിച്ചു നിന്നു. വസ്ത്വബറ ക്ഷമയോടെ നിന്നു. ലിയഹ്ഫള കാത്തു സംരക്ഷിക്കാൻ. ഇസ്സത്ത സ്വദീഖിഹി, ഇസ്സത്ത് അഭിമാനം, പ്രതാപം എന്നൊക്കെയാണ്. സ്വദീഖ് കൂട്ടുകാരൻ. ലാക്കിൻ സ്വബറ അലവി വസ്തബറ ലിയഹ്ഫള ഇസ്സത്ത സ്വദീഖിഹി ഗോവിന്ദൻ. അലവി തൻ്റെ സുഹൃത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ക്ഷമയോടെ നിന്നു, ആടിയെല്ലാം വാങ്ങിയിട്ട് നിന്നു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടിയിട്ടുണ്ടാകും ആരാണ് ആ ഒളിച്ചിരിക്കുന്ന കുട്ടിയെന്നും എന്ത് കണ്ടിട്ടാണ് ഈ കുട്ടിയുടെ മുഖത്ത് ഒരു ഭയത്തിൻ്റെ ലക്ഷണം എന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അലവിയുടെ പിതാവ് അലവിയെ അടിക്കുന്നത് കണ്ടിട്ടും, കൂടാതെ അവൻ്റെ പേരെങ്ങാനും അലവി പിതാവിനോട് പറയുമോ എന്ന ഒരു ഭയവും ഒക്കെപ്പാടെയാണ് ആ മുഖത്ത് കാണുന്നത്. ഇനി നമ്മോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫു മൻ ഹുവ ഗോവിന്ദൻ? ഹൽ തഅരിഫു നിനക്കറിയാമോ? മൻ ഹുവ ആരാണ്? ഗോവിന്ദൻ, ഈ ഗോവിന്ദൻ ആരാണ് എന്ന് നിനക്ക് അറിയാമോ? ആരാണ് ഗോവിന്ദൻ? നമുക്ക് നോക്കാം. ശേഷം വരുന്ന പേജിലേക്ക് കണ്ണോടിക്കാം. നതഅറഫു നമുക്ക് പരിചയപ്പെടാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ് നമ്മുടെ ഗോവിന്ദൻ? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തു കാണുന്നു. അദ്ദേഹം ആരാണെന്ന് നോക്കാം. ഉലിദ ഫി കുത്തിഫുറം ഫി മുക്കാത്താത്തി മലപ്പുറം ഫി യൗമി സാലിസി വൽ 20 കാനൂനിൽ അവൽ ഡിസംബർ ആം 1906 മീലാദിയ. ഉലിദ ജനിച്ചു. മുക്കാത്താത്ത് ജില്ല. ഉലിദ ഫി കുത്തിഫുറം അദ്ദേഹം കുറ്റിപ്പുറത്താണ് ജനിച്ചത്. ഫി മുക്കാത്താത്തി മലപ്പുറം ജില്ലയിലുള്ള. ദിവസം 23-ാം തീയതി. കാനൂനുൽ അവൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ, വർഷം 1906. വാലിദുഹു പി കൃഷ്ണൻ കുറുപ്പ്. വാലിദ് പിതാവ്. വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവാണ് പി കൃഷ്ണൻ കുറുപ്പ്. വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ മാതാവാണ് കുഞ്ഞിക്കുത്തി അമ്മ. ബഅദ ദിറാസത്തിഹി റസ്മിയത്തി ഇഷ്തഗല ഫി മക്തബി മുഹാമിൻ. ദിറാസത്തു റസ്മിയ ഔപചാരിക പഠനം, ഔപചാരിക വിദ്യാഭ്യാസം. ഇഷ്തഗല അദ്ദേഹം ജോലി ചെയ്തു. മക്തബ് ഓഫീസ്, മുഹാമിൻ അഭിഭാഷകൻ. ബഅദ ദിറാസത്തിഹി റസ്മിയത്തി ഇഷ്തഗല ഫി മക്തബി മുഹാമിൻ അദ്ദേഹത്തിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു അഭിഭാഷകന്റെ ഓഫീസിൽ അദ്ദേഹം ജോലി ചെയ്തു. ഇത്തബ ത്വരീഖ മഹാത്മാഗാന്ധി. ഇത്തബ അദ്ദേഹം പിന്തുടർന്നു, പിൻപറ്റി. ത്വരീഖ് വഴി, മാർഗം, മഹാത്മാഗാന്ധിയുടെ മാർഗം അദ്ദേഹം
പിന്തുടർന്നു, പിൻപറ്റി. വശാറക അദ്ദേഹം പങ്കെടുത്തു. ഫി ഹറക്കത്തി ഇസ്തിഖ്ലാലിൽ ഹിന്ദ്. ഹറക്കത്തു ഇസ്തിഖ്ലാലിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സാഹമ അദ്ദേഹം സംഭാവന ചെയ്തു. ഫി നശ്രി ജരീദത്തി സ്വതന്ത്ര ഭാരതം. നഷ്ർ പ്രചരണം, വ്യാപനം എന്നൊക്കെയാണ്. ജരീദത്ത് പത്രം. സ്വതന്ത്ര ഭാരതം എന്ന പത്രത്തിൻ്റെ പ്രചരണത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന അദ്ദേഹം ചെയ്തു. ഹസ്വല അല ജായിസത്തി മജ്മഇൽ അദബിൽ മർക്കസി. ഹസ്വല അല അദ്ദേഹം നേടി. ജായിസത്ത് അവാർഡ്. മജ്മഉൽ അദബിൽ മർക്കസി കേന്ദ്ര സാഹിത്യ അക്കാദമി. ഹസ്വല അല ജായിസത്തി മജ്മഇൽ അദബിൽ മർക്കസി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം നേടി. ഇസ്തഹറ ബി ലഖബി ഷാഇറുൽ ഖുവ്വത്തി. ഇസ്തഹറ അദ്ദേഹം പ്രസിദ്ധനായി. ബി ലഖബി. ലഖബ് എന്ന് പറഞ്ഞാൽ വിളിപ്പേര്, മറ്റൊരു പേര് എന്നൊക്കെയാണ്. ഷാഇറുൽ ഖുവത്ത്. ഷാഇറാണ് ശക്തി, കവി. ഖുവത്താണ് ശക്തി. ഷാഇറുൽ ഖുവ ശക്തിയുടെ കവി എന്ന വിളിപ്പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. തോഫിയ അദ്ദേഹം മരിച്ചു. ഫി യൗമി സാദിസ് അഷർ ഒക്ടോബർ സന 1974 മീലാദിയ. 1974 ഒക്ടോബർ 16 അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് എടശ്ശേരി ഗോവിന്ദൻ നായരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിവരങ്ങൾ. ഇനി താഴെ ഏതാനും ചില വർക്കുകൾ കാണാം, നോക്കാം. നഖ്റഉ നമുക്ക് വായിച്ചു നോക്കാം. വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. എന്താണത്? അൽ മശാഇറുൽ ആതിഫിയ അല്ലത്തി ശഅറ ബിഹ അലവി ഹീനമാ ളറബഹു വാലിദുഹു. അൽ മശാഇറുൽ ആതിഫിയ മാനസിക വികാരങ്ങൾ. അല്ലത്തി ശഅറ അനുഭവിച്ചു. ഹീനമാ ളറബഹു ളറബ അടിച്ചു, വാലിദ് പിതാവ്. അലവിയുടെ പിതാവ് അദ്ദേഹത്തെ അടിച്ച അവസരത്തിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക വികാരങ്ങൾ. യുഫക്കിറു അലവി. അലവി ചിന്തിക്കുന്നു. എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഹൽ അഖ്തഅതു ഹീനമാ അഖദതു അൽ മൗസ ബിഗൈരി ഇദ്നി വാലിദി. ഹൽ അഖ്തഅതു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഹീനമാ അഖദതു ഞാൻ എടുത്തപ്പോൾ, അൽ മൗസ് വാഴപ്പഴം, ബിഗൈരി കൂടാതെ, ഇദ്നി വാലിദി ഇതിന് പറഞ്ഞാൽ അനുവാദം, എൻ്റെ പിതാവിൻ്റെ അനുവാദം കൂടാതെ ആ പഴം, ഗോവിന്ദന് വേണ്ടി പഴം എടുത്തല്ലോ, ആ പഴം എടുത്തത് അത് ഞാൻ ഒരു തെറ്റാണോ ചെയ്തത്? ഞാനതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ് ഇവിടെ അലവിയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒന്ന്. രണ്ടാമത് എന്താണ്? ഹൽ അൻതഹിക്കു ഐറല്ല ജമീലി ഇൻ അൽഹർതു ഇസ്മഹു. ഹൽ അൻതഹിക്കു ക്ഷതമുണ്ടാക്കലാകുമോ? ഐറൽ അഭിമാനം, ജമീൽ സ്വദീഖ് കൂട്ടുകാരൻ, അൽഹറ പ്രകടിപ്പിച്ചു, ഇസ്മു പേര്. ഹൽ അൻതഹിക്കു ഐറല്ല ജമീലി ഇൻ അൽഹർതു ഇസ്മഹു അവൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ എൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനത്തിന് അത് ക്ഷതമുണ്ടാക്കലാകുമോ എന്നൊരു ചിന്ത. മൂന്നാമത്തേത് എന്താണ്? ഹൽ യകൂനു സുംതി ഉഖൂഖ വാലിദി. ഹൽ യകൂനു ആകുമോ, സുംതി എൻ്റെ നിശബ്ദത, ഉഖൂഖ വാലിദി. ഉഖൂഖ് എന്ന് പറഞ്ഞാൽ നന്ദികേട് എന്നൊക്കെയാണ് അർത്ഥം. ഹൽ യകൂനു സുംതി ഉഖൂഖ വാലിദി എൻ്റെ നിശബ്ദത എൻ്റെ പിതാവിനോടുള്ള നന്ദികേടായിരിക്കുമോ? പിതാവ് ചോദിച്ചല്ലോ ആർക്കാണ് ഈ പണം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന്. അപ്പോൾ നിശബ്ദനായിരുന്നു. അപ്പോൾ നിശബ്ദനായിരുന്ന ആ സാഹചര്യത്തെ സംബന്ധിച്ചാണ് കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത്. അത് എൻ്റെ പിതാവിനോടുള്ള നന്ദികേടായിത്തീരുമോ എന്നാണ് കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് അപ്പോൾ അലവിയുടെ മനസ്സിലുണ്ടായതുപോലെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇനി അടുത്ത വർക്ക് നോക്കാം. നുനാഖിഷു വനക്തുബു അൽ മഷായിർ അൽ ആതിഫിയ ഫി ദിഹിനി ഗോവിന്ദൻ നഫ്സൽ വക്തി. നുനാഖിഷു നമുക്ക് ചർച്ച ചെയ്യാം, വനക്തുബു നമുക്ക് എഴുതി നോക്കാം, അൽ മഷായിർ അൽ ആതിഫിയ മാനസിക വികാരങ്ങൾ, ഫി ദിഹിനി ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ദിഹിനറ മനസ്സ്, നഫ്സൽ വക്തറ അതേ സമയം എന്നാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അലവിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ആ അവസരത്തിൽ ഉണ്ടായത്, അല്ലെങ്കിൽ മാനസിക വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു അലവിയുടെ എന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഗോവിന്ദൻ്റെ മനസ്സിൽ എന്തൊക്കെ മാനസിക വികാരങ്ങളാണ് ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക എന്നാണ്. എന്തൊക്കെയായിരിക്കാം നമുക്കൊന്ന് രണ്ടെണ്ണം ആലോചിച്ച് നോക്കാം. എന്തായിരിക്കാം? ഹൽ അന സബബുൻ ലി ലറബി വാലിദി അലവി. ഹൽ അന സബബ്, ഞാനൊരു കാരണമാണോ, ലി ലർബി അടിക്ക്, വാലിദ് അലവി അലവിയുടെ പിതാവിൻ്റെ ആ അടിക്കുള്ള ഒരു കാരണമാണോ ഞാൻ? അപ്പം ഞാൻ കാരണമാണോ അലവിക്ക് അടി കിട്ടിയത്? രണ്ടാമത്തേതായിരിക്കാം ഹൽ അഖ്തതു ഹീന അക്കൽത്തു മൗസ അലവി. ഹൽ അഖ്തതു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഹീന അക്കൽത്തു, ഞാൻ തിന്നപ്പോൾ ഭക്ഷിച്ചപ്പോൾ, മൗസ അലവി അലവിയുടെ ആ പഴം, അലവിയുടെ ആ പഴം ഞാൻ തിന്നപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ? മൂന്നാമത്തെ എന്തായിരിക്കാം? മാ അസ്ബറ അലവി ലാ യദ്ഹറ ഇസ്മി. മാ അസ്ബറ അലവി അലവിയുടെ ക്ഷമ എത്രയാണ്, എന്തൊരു ക്ഷമയാണ് അലവിക്ക്. കാരണം എന്താണ്? ലാ യദ്ഹറു ഇസ്മി, അവൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പേര് വെളിപ്പെടുത്തിയില്ലല്ലോ, അവനെന്തൊരു ക്ഷമയാണ്. ഇതുപോലൊക്കെ ആയിരിക്കാം അതേ സമയത്ത് തന്നെ ഗോവിന്ദൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടാവുക. അടുത്തൊരു വർക്ക് നോക്കാം. നുനാഖിഷു അനിൽ അസ്ഇല. നുനാഖിഷു നമുക്ക് ചർച്ച ചെയ്യാം, അനിൽ അസ്ഇല ചോദ്യങ്ങളെ സംബന്ധിച്ച്. ഏതാനും ചില ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് അർത്ഥം. എന്താ ചോദ്യം? ലിമാദ ലറബ മുഹ്യുദ്ദീൻ ഇബ്നഹു. ലിമാദ, എന്തിനാണ് ലറബ മുഹ്യുദ്ദീൻ അടിച്ചത്, ഇബ്നഹു തൻ്റെ മകനെ. മുഹ്യുദ്ദീൻ ആ പിതാവിൻ്റെ പേരാണ് മുഹ്യുദ്ദീൻ, എന്തിനാണ് അലവിയെ അടിച്ചത് എന്നാണ് ചോദ്യം. ഒന്ന് കണ്ടെത്തുക. ലിമാദ സ്വബറ അലവി. ലിമാദ, എന്തിനാണ് സ്വബറ അലവി അലവി ക്ഷമിച്ചത്, അടി കൊണ്ടിട്ടും അലവി ക്ഷമിച്ചു നിന്നത് എന്തിനാണ്? മാ റഅയുക അൻ അമലി അലവി. മാ റഅയുക, എന്താണ് നിന്റെ അഭിപ്രായം, അൻ അമലി അലവി അലവിയുടെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മാ റഅയുക അൻ അബീഹി. മാ റഅയുക, എന്താണ് നിന്റെ അഭിപ്രായം, അൻ അബീഹി അവൻ്റെ പിതാവിനെ സംബന്ധിച്ച്. പിതാവ് അലവിയെ അടിച്ചു, അപ്പോൾ അതിനെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ഒരു 4 ചോദ്യങ്ങളുണ്ട്. ഇതുപോലെ 2 ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നീ അതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അതാര് ചെയ്തത് ശരി, ആര് ചെയ്തത് തെറ്റ്, അതെങ്ങനെയാണ് ഇന്ന് ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ശേഷം വരുന്നവർക്ക് നക്തുബു ഷമാഇലൽ മുംതാസ അല്ലത്തി നറാഹ ഫി ഷഖ്സിയത്തി അലവി. നക്തുബു നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾ എഴുതേണ്ടതാണ് ഷമാഇലുൽ മുംതാസ മികച്ച സ്വഭാവ ഗുണങ്ങൾ. അല്ലത്തി അതേതാണ്? നറാഹ നാം കാണുന്നു, ഫി ഷഖ്സിയത്തി അലവി അലവിയുടെ ആ വ്യക്തി, അലവി എന്ന വ്യക്തിത്വത്തിൽ നാം കാണുന്ന ഷമാഇലുൽ മുംതാസ മികച്ച സ്വഭാവ ഗുണങ്ങൾ. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണത്? ഇഖ്ലാസു അലവി ഫി സ്വദാഖ, കൂട്ടുകെട്ടിലുള്ള അലവിയുടെ ആത്മാർത്ഥത. അസ്സഖാവത്ത് വൽ ജവാദു വൽ ഇഹ്സാനുൽ ജമീൽ, സുന്ദരമായ നന്മ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക. ഇതൊക്കെ അലവിയുടെ മികച്ച സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അസ്സബറു അസ്സബാത്ത്, ക്ഷമയും അതിൽ ഉറച്ചു നിൽക്കലും. അൽ ഈസാർ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തൽ. അർറഫത്തു വറഹ്മത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ, ഫക്കീറുമാരോട് ദരിദ്രരായ ആളുകളോടും പാവപ്പെട്ടവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ അലവിയുടെ കാരുണ്യവും അനുകമ്പയും. അൽ ഹിഫാദു അല അറാദിൽ ഇൻസാൻ, ഹിഫാദ് സംരക്ഷിക്കുക, കാത്തുസൂക്ഷിക്കുക. അറാദിൽ ഇൻസാൻ
മനുഷ്യരുടെ അഭിമാനത്തെ കാത്തു സംരക്ഷിക്കുക. മുഹാഫലത്തു സദാഖ ബിദൂനി തഫറുഖത്തി ഔ തഫ്രീഖത്തിൽ അദിയാൻ. മുഹാഫലത്തു സദാഖ കൂട്ടുകെട്ട് അതിനെ സംരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക. ബിദൂനി തഫ്രീഖത്തിൽ അദിയാൻ മതങ്ങളുടെ വ്യത്യസ്തത കൂടാതെ, ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിൽ അതൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്യാണ് കൂട്ടുകാരൻ. ഇപ്പോൾ അലവി, ഗോവിന്ദൻ രണ്ട് വ്യത്യസ്ത മതവിഭാഗക്കാരാണ്. പക്ഷേ മതത്തിനും നല്ല അവിടെ പ്രാധാന്യം. അവിടെ എന്തിനാണ് കൊടുത്തത്? കൂട്ടുകെട്ട് അത് സ്വീകരിക്കുന്നതിൽ ഇവിടെ മതത്തിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു നല്ല സ്വഭാവം. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അതിനെ സംബന്ധിച്ച് എഴുതാവുന്നതാണ്. അടുത്ത വർക്ക് നോക്കാം. നഖ്റഉൽ മുഫക്കിറ. നമുക്ക് ഒരു മുഫക്കിറ തന്നിട്ടുണ്ട് താഴെ, ഡയറി. അത് നമുക്ക് വായിച്ചു നോക്കാം. വനുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. അൽ അൽഫാദ് അൽ മക്തൂബ ബിൽ ലൗനിൽ അഹ്മർ, ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുള്ള പദങ്ങൾ അതിൽ കാണാം. മുബക്കിറൻ, ഷാഹിനൻ, മാഷിയൻ, ഹസീനൻ, ജായിഅൻ, ഷാക്കിറൻ, ഹാദിയൻ എന്നുള്ള ആ ലഫ്ളുകൾ. വനക്തശിഫു മിനൻ നസി, നമുക്ക് പാഠഭാഗത്ത് നിന്നും കണ്ടെത്താം. അൽ ജുമല, സെന്റൻസുകളെ. അല്ലത്തി ഫിഹ അൽ കലിമാത്തുൽ മുമാസല, സമാനമായ പദങ്ങൾ വന്നിട്ടുള്ള സെന്റൻസുകളെ പാഠഭാഗം വായിച്ച് അതിൽ നമുക്ക് കണ്ടെത്താം. നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇതിൻ്റെ കൂടെ ഒരു മുഫക്കിറ എങ്ങനെ എഴുതാമെന്ന് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാം. നോക്കൂ, ആദ്യം അതിൻ്റെ ഡേറ്റ് എഴുതണം. യനായർ, ജനുവരി, യൗമുൽ ഖാമിസ്, എന്നാൽ 5-ാമത്തെ ജനുവരി 5. ഏതാ ദിവസം? യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ്. വർഷം നോക്കാം. 1920 മീലാദിയ, 1920. അപ്പോൾ 1920 ജനുവരി 5 തിങ്കളാഴ്ചയാണ് ഈ മുഫക്കിറ എഴുതുന്നത്. നിംതു ഹാദിയൻ, ഒരു ഹെഡിങ് കൊടുത്തു കാണാം. നിംതു, ഞാൻ ഉറങ്ങി. ഹാദിയൻ, ശാന്തനായി, ഞാൻ ശാന്തനായിട്ട് ഉറങ്ങി. എന്താണ് ഇത്? ഇസ്തൈഖൽതു മിനൻ നൗമി മുബക്കിറൻ. ഇസ്തൈഖൽതു, ഞാൻ എഴുന്നേറ്റു. മിനൻ നൗമി, ഉറക്കിൽ നിന്നും. മുബക്കിറൻ, നേരത്തെ, അല്ലെ അതിരാവിലെ, ഞാൻ നേരത്തെ ഉറക്കിൽ നിന്നും എഴുന്നേറ്റു. ശരിബത്തു ഷായ്, ഷാഹിനൻ. ശരിബത്തു, ഞാൻ കുടിച്ചു. ഷായ്, ചായ. ഷാഹിനൻ, ചൂടോടെ, ചായ ചൂടോടെ ഞാൻ കുടിച്ചു. ദഹബത്തു ഇലൽ മദ്രസത്തി മാഷിയൻ. ദഹബത്തു, ഞാൻ പോയി. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് പോയി. മാഷിയൻ, നടക്കുന്നവനായി, നടന്നുകൊണ്ട്. ഫി ത്വരീഖി ലഖീതു സദീഖി ഗോവിന്ദൻ ഹസീനൻ. ഫി ത്വരീഖി, വഴിയിൽ വെച്ച്. ലഖീതു, ഞാൻ കണ്ടുമുട്ടി. സദീഖി, ഗോവിന്ദൻ, എൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദനെ. ഹസീനൻ, ദുഃഖിതനായിട്ട്. സഅൽതുഹു അൻ സബബി ഹുസ്നിഹി. സഅൽതുഹു, ഞാൻ അവനോട് ചോദിച്ചു. അൻ സബബി ഹുസ്നിഹി, അവൻ്റെ ദുഃഖത്തെ സംബന്ധിച്ച്. ഫഅലിംതു, അപ്പോൾ ഞാൻ അറിഞ്ഞു. അന്നഹു ഖളാ ലൈലത്തൽ ബാരിഹത്തി ജായിഅൻ. അന്നഹു ഖളാ, തീർച്ചയായും അവൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ലൈലത്തുൽ ബാരിഹത്തി, ബാരിഹത്താണ് ഇന്നലെ, കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി അവൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ജായിഅൻ, വിശക്കുന്നവനായി. ഫഅത്അംതുഹു, അങ്ങനെ ഞാൻ അവനെ ഭക്ഷണം നൽകി. ഫവജത്തുഹു ഷാക്കിറൻ. ഫവജത്തുഹു, ഞാനപ്പോൾ അവനെ കണ്ടു. ഷാക്കിറൻ, നന്ദിയുള്ളവനായിട്ട്. അപ്പോൾ ഞാൻ അവനെ നന്ദിയുള്ളവനായി കണ്ടു. വനിംതു തിൽക്കല്ലൈലത്തി ഹാദിഅൻ. നിംതു, ഞാൻ ഉറങ്ങി. തിൽക്കല്ലൈലത്തി, ആ രാത്രിയിൽ. ഹാദിഅൻ, ശാന്തനായി, ആ രാത്രി ഞാൻ ശാന്തനായിട്ട് ഉറങ്ങി. ഇതിൽ കാണാം മുബക്കിറൻ, ഷാഹിനൻ എന്നൊക്കെ ഉള്ളത് അവസ്ഥയാണ്. ഞാൻ അതിരാവിലെ, നേരത്തെ, ആ അവസ്ഥയാണ് പറയുന്നത്. പിന്നെ ചായ കുടിച്ച അവസ്ഥ, ചായയുടെ അവസ്ഥ എന്തായിരുന്നു? ചൂടുള്ളത്. സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ, നടന്നുകൊണ്ട്. ഗോവിന്ദനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ അവസ്ഥ, ഹസീന, ദുഃഖിതനായി. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കി ഇതേ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങളെ നമ്മളൊന്ന് കണ്ടെത്തണം. അത് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കാം. ഏതാനും ചില വാക്കുകൾ ഏതാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. പാഠഭാഗത്തിൽ വന്നിട്ടുള്ള മസ്റൂറൻ, മുതസല്ലിലൻ, മുത്തലാഹിറൻ എന്നൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. ഇനിയും വേറെ ലഫ്ലുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇപ്പോൾ പഠിച്ച ഈ ഷാക്കിറൻ, ഹാദിയൻ എന്ന ഹാലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വർക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെ വായിക്കാം. നഖറഉ
വനുക്കമ്മിലുൽ ഫറാഗ ബിസീഗത്തിൻ മുനാസബ. നഖറു നമുക്ക് വായിച്ചു നോക്കാം. വനുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. അൽ ഫറാഗ ഒഴിഞ്ഞ ഭാഗം. ബിസീഗത്തിൻ മുനാസബ യോജിച്ച രൂപങ്ങൾ അവിടെ വെച്ച് കൊടുത്തുകൊണ്ട്, യോജിച്ച ക്രിയാരൂപങ്ങൾ അവിടെ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് നോക്കാം. എന്താണത്? ഖറജ മാജിദുൻ ഇലൽ മദ്രസത്തി. ഖറജ പുറപ്പെട്ടു, മാജിദ് ഇലൽ മദ്രസ സ്കൂളിലേക്ക് മാജിദ് പുറപ്പെട്ടു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. വമിനത്തുരീഖി വഴിയിൽ വെച്ച് ഷരിബൽ മാ വെള്ളം കുടിച്ചു. ശേഷം ഇവിടെ എങ്ങനത്തെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ എഴുതാം. സുമ്മ പിന്നെ മഷായിലൽ മദ്രസ പിന്നെ സ്കൂളിലേക്ക് അവൻ നടന്നു. എങ്ങനെയാണ് നടന്നതിൻ്റെ അവസ്ഥ പറയുന്നു, അത് എഴുതാം. വജദ മാജിദുൻ അൽ മുഅല്ലിമ അമാമ സൊഫി. വജദ മാജിദ് മാജിദ് കണ്ടു. അൽ മുഅല്ലിമ അധ്യാപകനെ അമാമ സൊഫി ക്ലാസിൻ്റെ മുമ്പിൽ കണ്ടു. അപ്പോൾ ആ അധ്യാപകൻ്റെ അവസ്ഥ എന്താണെന്ന് എഴുതാം. ഇസ്തഅദന മാജിദുൻ അൽ മുഅല്ലിമ. ഇസ്തഅദന അനുവാദം ചോദിച്ചു മാജിദ് അൽ മുഅല്ലിമ അധ്യാപകനോട്. വദഖല ഇല സൊഫി അങ്ങനെ അവൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയെന്ന് എഴുതാം. നമുക്കത് ഇങ്ങനെയൊന്ന് എഴുതി നോക്കാം. ഖറജ മാജിദുൻ ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് മാജിദ് പുറപ്പെട്ടു. മാഷിയൻ നടന്നുകൊണ്ട്. വമിനത്തുരീഖി വഴിയിൽ വെച്ച് ഷരിബൽ മാ അവൻ വെള്ളം കുടിച്ചു. ജാലിസൻ ഇരുന്നുകൊണ്ട്. സുമ്മ മഷ ഇലൽ മദ്രസ പിന്നെ അവൻ സ്കൂളിലേക്ക് നടന്നു. ശരീഅൻ വേഗത്തിൽ. വജദ മാജിദുൻ അൽ മുഅല്ലിമ അമാമ സൊഫി ക്ലാസിൻ്റെ മുന്നിൽ അധ്യാപകനെ മാജിദ് കണ്ടു. മുബത്തസിമൻ പുഞ്ചിരിക്കുന്നവനായി. ഇസ്തഅദന മാജിദുൻ അൽ മുഅല്ലിമ അധ്യാപകനോട് മാജിദ് അനുവാദം ചോദിച്ചു. വദഖല ഇല സൊഫി മസ്റൂറൻ അങ്ങനെ അവൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. മസ്റൂറായിക്കൊണ്ട് സന്തോഷവാനായിക്കൊണ്ട്. അപ്പം ഇങ്ങനെ നമുക്കതൊന്ന് എഴുതി നോക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ വേറെ പദങ്ങൾ വെച്ചുകൊണ്ട് ഇത് എഴുതാൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇടശ്ശേരി ഗോവിന്ദൻ നായരെ സംബന്ധിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. അവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ പലതവണ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ സംബന്ധിച്ച് പറഞ്ഞ ആ പാരഗ്രാഫ് വായിച്ചു നോക്കി അതിൽ നിന്നും കണ്ടെത്തി എഴുതുക. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത് കാണാം. ഐന ഉലിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ മത്ത. ഐന ഉലിത എവിടെയാണ് ജനിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ? മത്ത എപ്പോൾ. അപ്പോൾ ആ സ്ഥലവും എഴുതണം, ഡേറ്റും എഴുതണം. സാനി മൻ കാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ വാലിദ് പിതാവ് ആരായിരുന്നു? അസാലിസ് മൻ കാനത്ത് വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ വാലിദത്ത് മാതാവ് ആരായിരുന്നു? അറാബിയ ഐന ഇഷ്തഗല ബഅദ ദിറാസത്തിഹി. ഐന ഇഷ്തഗല എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തത്? ബഅദ ദിറാസത്തിഹി അദ്ദേഹത്തിൻ്റെ പഠനശേഷം. അടുത്തത് ഫി ഐ ഹറക്കത്തിൻ ഷറക ഏത് ഹറക്കത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്? ഹറക്കത്ത് സമരം. ഏത് സമരത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്? അല ഐ ജായിസത്തിൻ ഹസല ഏത് ജായിസത്ത് പുരസ്കാരം അവാർഡ് ഹസല നേടി. ഏത് അവാർഡാണ് അദ്ദേഹം നേടിയത്? ഫീമ സാഹമ സംഭാവന നൽകി, സംഭാവന അർപ്പിച്ചു. ഫീമ ഏത് കാര്യത്തിലാണ് അദ്ദേഹം സംഭാവന നൽകിയത്, സംഭാവന അർപ്പിച്ചത്? ബിമഷ്തഹറ എടശ്ശേരി ബിമഷ്തഹറ എന്തുകൊണ്ടാണ് പ്രസിദ്ധനായത്? അദ്ദേഹത്തിനൊരു പേരുണ്ട്, ആ പേര് കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ആ പേര് എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. മത്ത തോഫിയ എപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം ചോദ്യം എഴുതുക, ശേഷം അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതുക. ആ രൂപത്തിൽ വൃത്തിയായെന്ന് നിങ്ങൾ എഴുതി നോക്കുക. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നമുക്ക് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും.